സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടരുന്നു. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂമ്പുകയും ചെയ്യുന്നു. നമ്മളെപ്പോഴും കഥകളിലും കവിതകളിലും ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ സൂര്യനും താമരയുമായിട്ടുള്ള ബന്ധം. പക്ഷെ ഇന്ന് പറയാൻ പോകുന്ന ഒരു കൗതുക വാർത്തയാണ് സൂര്യനും താമരയും തമ്മിലുള്ള എന്താണ് ഈ ഒരു ബന്ധം. സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടരുന്നുണ്ട്. അതായത് പലപ്പോഴും പൂക്കൾ അങ്ങനെ തന്നെയാണ് അല്ലേ? വളരെ കുറച്ച് പൂക്കൾ മാത്രമാണ് രാത്രിയിൽ വിടരുന്നത്. രാത്രിയിൽ വിടരുന്ന പൂക്കൾ വെള്ള കളറും നല്ല സുഗന്ധമുള്ളവയും ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇനി സൂര്യൻ്റെയും താമരയുടെയും പ്രത്യേകത എന്താന്ന് നോക്കാം. ചില പ്രത്യേക ഉത്തേജനങ്ങൾക്ക് വിധേയമാകുമ്പോൾ താമര ഇതളുകളിലെ കോശങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മൾക്കറിയാലോ സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോഴാണ് ഫോട്ടോട്രോപ്പിസം ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ലൈറ്റ് വരുമ്പോൾ താമര ഇതളുകൾ വിരിയാൻ തുടങ്ങുന്നു. ഇനി ഇത്തരം മാറ്റങ്ങൾ താമരയിൽ മാത്രമല്ല പല ചെടികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഉത്തേജനങ്ങൾ അതായത് സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഇന്റേണൽ ആവാം അഥവാ എക്സ്റ്റേണൽ ആകാം. ആന്തരികമോ ബാഹ്യമോ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ ചെടികളിൽ കാണുന്നത്. ഇവിടെ സൂര്യപ്രകാശമാണ് താമരയുടെ ഇതളുകൾ വിരിയാൻ കാരണമാകുന്നത്. അപ്പം ഇതിന് മെയിനായിട്ടുള്ള സ്റ്റിമുലസ്, താമരപ്പൂ വിടരാനുള്ള മെയിൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ്. ഉദയാസ്തമനങ്ങൾക്കനുസൃതമായി ഇത്തരം മാറ്റങ്ങൾ അഥവാ നിദ്രാചലനം എന്നാണ് ഇതിന് പറയുന്നത് മലയാളത്തിൽ. അതുപോലെ താമര വിടരുന്നത് അല്ലെങ്കിൽ വിരിയുന്നത് സൂര്യപ്രകാശം പതിക്കുമ്പോഴാണെന്നറിയാം. അപ്പോൾ ഇത്തരം ചലനങ്ങൾക്ക് പറയുന്നതാണ് നിക്റ്റിനാസ്റ്റി എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ നിദ്രാചലനങ്ങൾ എന്നും പറയും. അപ്പോൾ കൂമ്പുന്നത് എപ്പോഴാണ്? താമരപ്പൂ കൂമ്പുന്നത് സൂര്യപ്രകാശം പോകുമ്പോൾ, അതായത് അസ്തമന സമയത്താണ് ഈ താമരപ്പൂ കൂമ്പുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ താമരയുടെ വിടലിനെയും കൂമ്പലിനെയും ഉത്തേജിപ്പിക്കുന്ന എന്താണ്? സൂര്യപ്രകാശം. സൂര്യൻ വരുമ്പോൾ താമര വിടരുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂമ്പുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള കാരണം സൂര്യപ്രകാശമാണ്. ഉത്തേജിപ്പിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഫോട്ടോനാസ്റ്റിക് മാറ്റങ്ങൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആ സ്റ്റിമുലസ് അനുസരിച്ച് താമരപ്പൂവിന്റെ വിടരുന്നതും കൂമ്പുന്നതും അത്തരം മാറ്റങ്ങൾക്ക് പറയുന്നതാണ് ഫോട്ടോനാസ്റ്റിക് മാറ്റങ്ങൾ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ താമരപ്പൂവിന്റെ അകത്തുള്ള കോശപാളികൾ വികസിക്കുന്നു. ഇതിന്റെ ഫലമായി പൂവിതളിന്റെ വക്രത കൂടുന്നു, പൂ വിരിയുന്നു. അപ്പൊ ഇതാണ് അതിന്റെ പിന്നിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള റീസൺ. സന്ധ്യയാകുമ്പോൾ കോശപാളികൾ വീണ്ടും വികസിക്കുന്നു. പക്ഷേ ഇത്തവണ ഇത്തവണ എന്താ ഉണ്ടാവുന്നത്? ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്നത്, നേരത്തെ ഓപ്പോസിറ്റ്. കാരണം സൂര്യപ്രകാശം പോവുകയാണല്ലോ. കാരണം ഈ വികാസം ചുറ്റുമുള്ള കോശങ്ങളിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വക്രത കൂടുകയും താമരപ്പൂ കൂമ്പി അടയുകയും ചെയ്യുന്നു. ഇത്ര വളരെ സിമ്പിളാണ് കാര്യം. പക്ഷെ പലരും ആലോചിച്ചിട്ടുണ്ടാവില്ല. ചെറിയൊരു കൗതുക വാർത്ത കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയുന്നവരുണ്ടാകും ഇതിപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ഇഫക്റ്റ് സ്റ്റിമുലസ് കൊണ്ടാണ് താമരപ്പൂ വിടരുന്നത് എന്നറിയുന്ന പലരും ഉണ്ടാകും. ഇനി ചിലപ്പം എന്നെ പോലെ അറിഞ്ഞിട്ട് മറന്നുപോയവരുണ്ടാകും. അപ്പോൾ ഇത്രയും കൗതുക വാർത്തകൾ കൗതുകമാണല്ലോ ഷെയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താമരപ്പൂ കാണുമ്പോൾ ഇനി ഓർക്കുക, താമരപ്പൂ വിടരുന്നത് സൂര്യനുമായിട്ടുള്ള ബന്ധം ഒക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത്ത.